തന്നെ പേവിഷബാധയെക്കുറിച്ച് പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? പേവിഷബാധയെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്ന ഇത് 100% മരണം സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്. ഇപ്പൊ നമ്മൾ സാംക്രമിക രോഗങ്ങളെ നോക്കുവാണെങ്കിൽ പേവിഷബാധയാണ് ഉള്ള അസുഖങ്ങളെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ പേവിഷബാധയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധം സ്വീകരിച്ചില്ലെങ്കിൽ 100% പേവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ ഒരു മരുന്നും ഒന്നും ഫലപ്രദമാകുകയില്ല. 100% മരണത്തിലോട്ട് നയിക്കുന്ന ഒരു അസുഖമാണ്. ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണ്? വാക്സിനേഷൻ രീതികൾ എന്തെല്ലാമാണ്? ഞാൻ 100% മരണത്തിലോട്ട് നയിക്കുമെന്ന് പറഞ്ഞാലും ഏറ്റവും നമുക്കെല്ലാം സമാധാനം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേവിഷബാധയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രതിരോധം നമ്മുടെ നാട്ടില് കേരളത്തിൽ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും സൗജന്യമായി തന്നെ നൽകപ്പെട്ടു വരുന്നു. അപ്പം 4 ഡോസ് വാക്സിനാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിന്റെ പ്രതിരോധത്തിനായിട്ട്. അപ്പൊ 4 ഡോസ് വാക്സിനും കൂടാണ്ട് മുറിവിലേക്ക് കുത്തിവെക്കുന്ന ഇമ്യൂണോഗ്ലോബുലിനും അത് തരംതിരിച്ച് നോക്കിയിട്ട് ആ ഒരു മുറിവിന്റെ ഒരു ആഴമേറിയ മുറിവാണെങ്കിൽ പിന്നെ രക്തം വന്നിട്ടുള്ള ഒരു ശരീരഭാഗത്തുനിന്ന് മുറിവേറ്റ ഭാഗത്തുനിന്ന് രക്തം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇമ്യൂണോഗ്ലോബുലിൻ ഉൾപ്പെടെ നൽകി കഴിഞ്ഞാൽ പേവിഷബാധയെ നമുക്ക് പൂർണ്ണമായും തടയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പേവിഷബാധയേറ്റാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പേവിഷബാധയുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എവിടെയെല്ലാമാണ് ലഭ്യമായിട്ടുള്ളത്? പേവിഷബാധ ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു പട്ടി കടിയോ പൂച്ച മാന്തോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളോ ആയിട്ടുള്ള വഴി എന്തെങ്കിലും ഒരു കടിയോ മുറിവോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു പരിഭ്രാന്തിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രഥമ ശുശ്രൂഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 50% വരെ ഈ പ്രഥമ ഫസ്റ്റ് എയ്ഡ് നൽകുന്നത് മൂലം നമുക്ക് ഈ പേവിഷബാധ ഏൽക്കാണ്ട് പേവിഷബാധയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഈ മുറിവേക്കുന്ന ഭാഗം ഒരു 15 മിനിറ്റോളം നല്ല രീതിയിൽ വെള്ളത്തിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് പരമപ്രഥമമായ ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ അവൈലബിൾ ആണ്. അപ്പൊ അവിടെ നിന്ന് പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. എല്ലാ PHC തൊട്ട് മുകളിലോട്ട് എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി തന്നെ ഈ പേവിഷബാധയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ നമുക്ക് പ്രതിരോധത്തിനായി നൽകി വരുന്നുണ്ട്. സർക്കാർ തലത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ PHCയിലുണ്ട്. അതുപോലെ തന്നെ CHCകൾ, താലൂക്ക് ആശുപത്രി, മുകളിലോട്ട് ജനറൽ ആശുപത്രി, അതുപോലെ ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജ് ലെവലിൽ വരെ നമുക്ക് ഈ പേവിഷബാധ പ്രൈവറ്റ് ആശുപത്രികളിലും ഈ മരുന്ന് നമുക്ക് ഒട്ടുമിക്ക പ്രൈവറ്റ് ആശുപത്രിയിലും ഈ മരുന്നുകൾ ഈ പേവിഷബാധയ്ക്കുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്.